തമിഴ് രാഷ്ട്രീയം വീണ്ടും കലങ്ങി മറിയുകയാണ്. ഓരോ നിമിഷം കഴിയുന്തോറും ട്വിസ്റ്റോട് ട്വിസ്റ്റാണ്. ഇന്ന് രാവിലെ 10 മണിക്ക് നെഹ്റു സ്റ്റേഡിയത്തിൽ മദ്രാസിലെ നെഹ്റു സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞ നടത്തണമെന്ന് വിജയ് കരുതിയിരുന്നെങ്കിലും ഇന്നലെ അവിടെ വളരെ നാടകീയമായ ഒരുപാട് കാര്യങ്ങളാണ് ഉണ്ടായത്. കാരണം ഗവർണർ രാജേന്ദ്ര ആർലേക്കർ, കേരള ഗവർണർക്കാണ് ചാർജ്. തമിഴ്നാട് ഗവർണർ രവി നേരത്തെ സ്റ്റാലിനുമായിട്ട് പിണങ്ങി അവിടെ നിന്ന് പോയി. അപ്പോൾ അതിനുശേഷം കേരള ഗവർണർക്കാണ് ചാർജ്. അപ്പോൾ കേരള ഗവർണർ ഇന്നലെ വിജയിയോട് പറഞ്ഞു, 108 സീറ്റ് വെച്ചുകൊണ്ട് മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിയില്ല, സത്യപ്രതിജ്ഞയ്ക്ക് വിളിക്കാൻ കഴിയില്ല, 118 സീറ്റാണ് വേണ്ടത്, അതുകൊണ്ട് 10 സീറ്റും കൂടി, യഥാർത്ഥത്തിൽ 112 വരെ കൊടുക്കാൻ കഴിഞ്ഞു. വിജയിക്ക് 112 വരെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ 118 ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ എന്ന് രാജേന്ദ്ര ആർലേക്കർ പറഞ്ഞു. പക്ഷേ ഇതിനകത്തൊരു നിയമപ്രശ്നമുള്ളത്. ഭരണഘടനാപരമായി ഇതിന് ഭൂരിപക്ഷമുള്ള കക്ഷിയെ വിളിക്കണമെന്നേ പറയുന്നുള്ളൂ, എന്നിട്ട് പിന്നെ തെളിയിക്കണമെന്നും പറയുന്നുള്ളൂ. പക്ഷേ ഭൂരിപക്ഷമുള്ള കക്ഷിക്ക് തെളിയിക്കാൻ കഴിയുമെന്ന് ഉറപ്പ് വരുത്തിയിട്ടേ വിളിക്കാവൂ എന്നൊരു ക്ലാസ്, അതൊരു വിവേചനാധികാരമാണ്. ഗവർണർക്ക് വേണമെങ്കിൽ ഒരു വിവേചനാധികാരം പ്രയോഗിക്കാതെ ഇദ്ദേഹത്തിനെ വിളിച്ചിട്ട് ഒരു 4 ദിവസത്തെ സമയം കൊടുക്കാം, അല്ലെങ്കിൽ 1 മാസത്തിനകത്ത് തെളിയിക്കണമെന്ന് പറയാം വേണമെങ്കിൽ ഗവർണർക്ക്. പക്ഷേ കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആയിട്ടാണ് അറ്റോർണി ജനറലിൻ്റെ ഒരു താല്പര്യമൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ ഒക്കെ എടുത്തുകൊണ്ട് നിയമോപദേശം എടുത്ത് രാജേന്ദ്ര ആർലേക്കർ കുറച്ചുകൂടെ സ്ട്രെയിറ്റ് ആയിട്ടാണ്. അദ്ദേഹം പറഞ്ഞാൽ അത് പറ്റത്തില്ല, 118 കിട്ടിയാലേ ഞാൻ നിങ്ങളെ വിളിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അങ്ങനെ വേണമെന്നില്ല. ഒരു വിവേചനാധികാരം ഉപയോഗിച്ച് ഗവർണർക്ക് വേണമെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ BJP ഗവൺമെൻറ് അല്ല, ഒരു കോൺഗ്രസ് ഗവൺമെൻറ്റും അതുപോലെ BJPയുടെ ഒരു മുന്നണിയാണ് അവിടെ വന്നിരുന്നെങ്കിൽ തിരിച്ചാവുമായിരുന്നിരിക്കാം. കാരണം യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള കക്ഷിയെ വിളിക്കുക, അവർക്കൊരു അവസരം കൊടുക്കുക, അവർ തെളിയിക്കട്ടെ എന്ന് വിചാരിക്കുക. തെളിയിച്ചിട്ട് തരാമെന്ന് പറയുന്നതും കൊടുത്തിട്ട് തെളിയിക്കുക എന്ന് പറയുന്നത് തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ ആ വിവേചനാധികാരം വേണമെങ്കിൽ ഗവർണർക്ക് ഉപയോഗിക്കാമായിരുന്നു എന്നൊരു നിയമോപദേശമുണ്ട്. കാരണം 118 സീറ്റ് വേണ്ടിടത്ത് 112 സീറ്റുമായി ഒരാൾ വരുമ്പോൾ അദ്ദേഹം വലിയ കക്ഷിയാണെങ്കിൽ വേറൊരു കക്ഷികളും കത്ത് തന്നിട്ടില്ല എങ്കിൽ ഈ കക്ഷിക്ക് മന്ത്രിസഭ രൂപീകരിക്കാൻ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തുകയും ഒരു 1-2 മാസം 2 മാസം സമയം കൊടുക്കാൻ, 2 മാസത്തിനകത്ത് നിങ്ങൾ തെളിയിക്കണം, അല്ല 1 മാസത്തിനകത്ത് തെളിയിക്കണം, സമയം കൊടുക്കുന്ന രീതിയും ഇന്ത്യയിലുണ്ട്, അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ നേരിട്ട് 118 സീറ്റ് വേണം എന്ന് 118 കാൻഡിഡേറ്റിനെ, അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ, അല്ലെങ്കിൽ ജയിച്ച 118 MLA-മാരുടെ കത്ത് കിട്ടിയാൽ മാത്രമേ പറ്റുകയുള്ളൂ എന്ന് വളരെ കൃത്യമായി പറഞ്ഞതിൻ്റെ പേരിൽ വിജയ് ഒരു ഹെൽഡപ്പായി നിൽക്കുകയാണ്. അപ്പോഴാണ് മറ്റൊരു കഥ വരുന്നത്. ADMK-യിൽ നിന്നുള്ള MLA-മാരെ പൊക്കിയിട്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്നൊരു ശ്രമം തമിഴ് വെട്രി കഴകം ചെയ്യുന്നതിൻ്റെ ഭാഗമായി നോക്കുന്നത് കൊണ്ട് തന്നെ ADMK MLA-മാരെല്ലാം റിസോർട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയം നല്ല രസമാണ്. ഇതിനിടയിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മല്ലികാർജ്ജുൻ ഖാർഗെ BJP വരാതിരിക്കാൻ CPM, CPI, അതുപോലെ തന്നെ മുസ്ലിം ലീഗ് പോലുള്ള SDP പോലുള്ള സംഘടനകളെ മല്ലികാർജ്ജുൻ ഖാർഗെ വിളിക്കുകയും ചെയ്തു. പക്ഷേ ഒരു കാരണവശാലും ഞങ്ങളില്ല എന്നുള്ള രീതിയിലാണ് CPM നിൽക്കുന്നത്. CPM നിൽക്കുന്നത് ഇപ്പുറത്താണ്, സ്റ്റാലിൻ്റെ മുന്നണിയിലാണ്. ഒരു കാരണവശാലും അദ്ദേഹം ഇത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇതിനിടയിലാണ് മറ്റൊരു ട്വിസ്റ്റ് കേൾക്കുന്നത്. അതാണ് നല്ല രസകരമായ ട്വിസ്റ്റ്. DMK-യും ADMK-യും കൂടി ഒരു മുന്നണിയായി നിന്നുകൊണ്ട് ഒരു സപ്തമുന്നണി, അല്ലെങ്കിൽ അവർ രണ്ടുപേരും കൂടെ മുന്നണിയായി നിന്നുകൊണ്ട് ഭരിക്കുക. അവർ രണ്ടുപേരും മുന്നണിയായി നിന്നാൽ ഭരിക്കാൻ പറ്റും. അവർ രണ്ടുപേരും കൂടെ മുന്നണിയായി നിന്ന് ഭരിക്കുക, അങ്ങനെ നോക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് സ്റ്റാലിൻ പറയുന്നു, അങ്ങനെ വേണ്ട, ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ കക്ഷി ഭരിക്കട്ടെ, 6 മാസം ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കാം, 6 മാസം കഴിഞ്ഞ് നോക്കാം, ഇവരുടെ ഭരണം മോശമാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ മാറ്റാം എന്നുള്ള നിലയിൽ സ്റ്റാലിൻ പോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും 6-7 സീറ്റിൻ്റെ പേരിൽ തമിഴ് വെട്രി കഴകത്തിൻ്റെ വിജയിയുടെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നീണ്ടു പോവുകയാണ്. ഇന്നൊക്കെ എന്ത് നടക്കുമെന്നറിയില്ല. കഴിയുന്നത്ര എല്ലാവർക്കും കത്ത് കൊടുത്തിരിക്കുകയാണ് വിജയ്. ഇനി ADMK-യിലെ 2ാം നിരക്കാർ ഇങ്ങോട്ട് വരാൻ നിൽക്കുകയാണ്. അവർ പിളർന്ന് വരാതിരിക്കാൻ വേണ്ടി അവരെ മുഴുവൻ റിസോർട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയം സമ്പത്തിൻ്റെയും പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും വെട്ടിപ്പിടിക്കലിൻ്റെയും വേർതിരിയലിൻ്റെയും ഒരു കഥയായി മാറുകയാണ്. ഇനി എന്തൊക്കെ അവിടെ സംഭവിക്കുമെന്നറിയില്ല. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ മുതലാളിമാരൊക്കെ രംഗത്തിറങ്ങുന്നത്. പണച്ചാക്കുകളുമായി മുതലാളിമാർ രംഗത്തിറങ്ങുകയും MLA-മാരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂട്ടായി വിലപേശി കൊണ്ടുപോകുന്ന രീതിയൊക്കെ നടക്കുന്നത് ഈ ഒരു ജനാധിപത്യത്തിൻ്റെ അസ്വസ്ഥത വരുമ്പോഴാണ്. അല്ലെങ്കിൽ ചെയ്യേണ്ടത്, ഇപ്പോൾ ആർക്കും ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പിരിച്ചുവിട്ടിട്ട് ഒന്നേ തെരഞ്ഞെടുപ്പായിരിക്കും. പക്ഷേ ഒന്നേ തെരഞ്ഞെടുപ്പ് വന്നാൽ ആര് ജയിക്കുമെന്ന് അറിയാൻ പറ്റത്തില്ല, അത് വേറെ വിഷയം. അതേസമയം ഇപ്പോൾ യഥാർത്ഥത്തിൽ വിജയ്ക്കൊരു അവസരം കൊടുത്തിട്ട് വിജയ്ക്ക് സമയം തെളിയിക്കാനൊരു മാസം സമയം കൊടുക്കണമായിരുന്നു. അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അത് നടന്നില്ല. ഗവർണർ കുറച്ചുകൂടി വേറൊരു തരത്തിൽ അദ്ദേഹത്തിന് വിവേചനാധികാരമായതുകൊണ്ട് അദ്ദേഹം അത് പ്രയോഗിച്ചത് മറ്റൊരു തരത്തിലാണ്. അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം നിയമത്തിൽ അങ്ങനെ വളരെ കൃത്യമായ നിയമത്തിൽ ചില കാര്യങ്ങൾ പറയാത്തത് കൊണ്ട് തന്നെ ഭൂരിപക്ഷമുള്ള കക്ഷിയെ വിളിക്കണമെന്ന് പറയുമ്പോൾ ഭൂരിപക്ഷമുള്ള കക്ഷിക്ക് ഇത്ര ദിവസം, അവരെ വിളിക്കുന്നതിന് മുമ്പ് അവർ ഭൂരിപക്ഷം തെളിയിക്കണമെന്നോ, അല്ലെങ്കിൽ വിളിച്ച് 1 മാസം 2 മാസം കൊടുത്തതിന് ശേഷം ഭൂരിപക്ഷം തെളിയിക്കണമെന്നുള്ളതിനെ സംബന്ധിച്ചൊരു ക്ലാരിറ്റി കുറവുണ്ട്. അപ്പോൾ ആ ക്ലാരിറ്റി കുറവിനെ മുതലാക്കിക്കൊണ്ടാണ് തമിഴ്നാട് രാഷ്ട്രീയം പോകുന്നത്.
എന്തായാലും ഇന്നിപ്പം നമ്മൾ കേൾക്കുന്ന വാർത്ത, ഇന്ന് മിക്കവാറും വിജയ്ക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. അതിൻ്റെ ഇടയിൽ പക്ഷേ ഒരുപാട് ടെസ്റ്റുകൾ നടക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഇടവിട്ട് വേണമെങ്കിൽ ഒരു കത്ത് കൊണ്ട് കൊടുക്കാം. കത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് ഗവർണർ സമ്മതിച്ചല്ലേ കെട്ടുള്ളൂ. അപ്പോൾ സമ്മതിക്കുമ്പോൾ പന്തൽ കെട്ടലൊന്നും വലിയ വിഷയമല്ലല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും വളരെ വലിയ ഒരു ട്വിസ്റ്റിലേക്കാണ് തമിഴ്നാട് രാഷ്ട്രീയം പോയിരിക്കുന്നത്. ഇങ്ങനെ വരുമെന്ന് തമിഴ്നാട്ടുകാരും വിചാരിച്ചില്ല. കാര്യം തമിഴ് വെട്ടിക്കഴകത്തിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് വിചാരിച്ചിടത്തു നിന്ന് മാറി അവർക്കൊരു 6 സീറ്റിൻ്റെ ഒരു കുറവാണ് അവർക്കുള്ളത്. 6 സ്ഥാനാർത്ഥികൾ കൂടി ജയിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർക്കത് കിട്ടുമായിരുന്നു. പക്ഷേ അവർക്കത് കിട്ടുന്നില്ല എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നൊരവസ്ഥയാണുള്ളത്. വളരെ കൃത്യമായി നമ്മുടെ വിജയ്ക്ക് മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിന്ന് വരുന്ന ഒരു കഥ. പക്ഷേ അങ്ങനെ രൂപീകരിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ADMKയും DMKയും തമ്മിൽ ഒരു കോalition ഗവൺമെൻറ് ഉണ്ടാക്കാമോ എന്നുള്ള ചർച്ചയും അവിടെ ശക്തമായി നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു ചർച്ചയുള്ളത് NDA മുന്നണി എന്ന് പറയുന്ന ആളുകൾ, BJPയിലെ കുറേ ആളുകളും കൂടി പിന്നെ ADMKയുടെ ഭാഗമായി ജയിച്ചിട്ടുണ്ട്, AIDMKയുടെ ഭാഗമായി ജയിച്ചിട്ടുണ്ട്. അവരെ ഒരിക്കലും കൂട്ടാനായിട്ട് ആരും തയ്യാറാവില്ല. നമ്മുടെ പിന്നെ DMK സഖ്യം തയ്യാറാവില്ല. അങ്ങനെ വരുമ്പോൾ BJPയിലേക്ക് ജയിച്ച ആളുകൾ ഇപ്പുറത്തോട്ട് പോകുമോ എന്നുള്ള ചോദ്യവുമുണ്ട്. അങ്ങനെ രസകരമായിട്ടുള്ള വളരെ 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 ഒരു സർക്കസ് കൂടാരത്തിൽ നടക്കുന്ന വളരെ രസകരമായ പിന്നെ ചാട്ടമാണ് അവിടെ നടക്കുന്നത്. നമുക്ക് 2 ദിവസം കാത്തിരിക്കാം എന്താണ് തമിഴ്നാട്ടിൽ സീരിയസ് ആയി സംഭവിക്കുന്നതെന്ന്.